നമുക്ക് വളരെ വേഗത്തിൽ കൊല്ലത്തേക്ക് കൂടി ഒന്ന് പോകണം. കാരണം രാജ്കുമാർ രാവിലെ ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ വിവരങ്ങളും ചൂടിന്റെ വിവരങ്ങളും ഒക്കെയായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഏതായാലും കൊല്ലത്ത് എന്താണ് സാഹചര്യം എന്നുകൂടി ഒന്ന് അറിഞ്ഞിട്ട് വരാം. രാജ്കുമാർ, ഗുഡ് മോർണിംഗ്. മനു, ഗുഡ് മോർണിംഗ്. എവിടെയാണ് നിൽക്കുന്നത്? കടൽ തീരത്താണല്ലോ. ഏത് കടൽ തീരത്താണ്? എന്താണ് സാഹചര്യം? നമ്മുടെ കൊല്ലത്തിൻ്റെ ഗോൾഡൻ ബീച്ചിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇന്ന് ഈ റെഡ് അലർട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഈ വിനോദസഞ്ചാരികൾക്കൊന്നും ഒരു പേടിയുമില്ല, ഒന്നുമില്ല. അവരിപ്പോൾ എല്ലാവരും കടൽ തീരത്ത് രാവിലെ ഈ വെയിൽ കൊള്ളാനായിട്ട് പലരും വന്നിട്ടുണ്ട്. രാവിലെ നടക്കാനും ധാരാളം പേര് ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം കൂടിയല്ലേ ഇത്. നമ്മൾ പല പരിപാടികളും നമ്മളിവിടെ വെച്ച് തത്സമയം നമ്മൾ ചെയ്തതാണ്. മന്ത്രിമാരെയൊക്കെ നമ്മൾ കാണുകയൊക്കെ ചെയ്തതാണല്ലോ. അപ്പോൾ അവിടെ ഇപ്പോൾ ശാന്തമാണ്. കടലിൽ വലിയ തിരയൊന്നും കാണാനില്ല. പക്ഷേ ഒരു ഉച്ച കഴിയുമ്പോൾ ഇതിൻ്റെ തിരമാലകളുടെ ശക്തി കൂടുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ പറയുന്നത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെയൊക്കെ അവർ പറയുന്ന അവരുടെ വിവരങ്ങളിലനുസരിച്ച് കള്ളക്കടലിനെ കുറിച്ച് അവർ പറയുന്നത് അങ്ങനെയാണ്. ഉച്ച കഴിയുമ്പോൾ ഇതിനൊരു പ്രതിഭാസം വരും. ചിലപ്പം ശക്തമായിട്ടുള്ള കാറ്റും അതേപോലെ തന്നെ മഴയോ അല്ലെങ്കിൽ അതിനൊപ്പം തന്നെ ഈ തിരമാല വരാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്തല്ല, ഇവിടുന്ന് അങ്ങോട്ട് കിഴക്കോട്ട് മാറിയുള്ള സ്ഥലത്താണ് കൂടുതൽ ഈ തിരമാലകൾ. സാധാരണഗതിയിൽ തന്നെ അവിടെ തിരമാലകൾ ശക്തമാണ്. ഈ തങ്കശ്ശേരി പുലിമുട്ട് വന്നതിന് ശേഷം ഇരവിപുരം, മയ്യനാട് ആ ഭാഗത്ത് വൻതോതിലാണ് കര കവർന്നത്. ആ പ്രതിഭാസം തുടരുന്നുണ്ട്. അതിനൊപ്പമാണ് ഇപ്പോൾ ഈ കള്ളക്കടലിൻ്റെ പ്രതിഭാസം കൂടി വന്നതോടെ അവിടെ കൂടുതൽ തീരമേഖലയിൽ ആൾക്കാർ ആശങ്കയിലായിട്ടുള്ളത്. മനു, ശരി.